എഐക്കെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിച്ചു. പിന്നാലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഓപ്പൺ എഐയിലെ മുൻ ഗവേഷകനും ഇന്ത്യക്കാരനുമായ സുജിർ ബാലാജിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഓഗസ്റ്റിലാണ് ഓപ്പൺ എഐയിൽ നിന്ന് സുജിർ ബാലാജി രാജിവെച്ചത്. രാജിക്ക് പിന്നാലെ ഓപ്പൺ എഐ നടത്തുന്ന ഗുരുതര പകർപ്പവകാശ ലംഘനത്തെക്കുറിച്ച് സുജിർ ബാലാജി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ബാലാജിയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്കിടയാക്കി. വലിയ ഞെട്ടലാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അന്ന് പ്രകടിപ്പിച്ചത്. ടെസ്സ സിഇഒ ഇലോൺ മസ്കും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആരാണ് സുജിർ ബാലാജി? ഓപ്പൺ എഐക്കെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിക്കാനുള്ള കാരണം എന്താണ്? ബെർക്ക്ലിയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠനം പൂർത്തിയാക്കിയ സുജിർ ബാലാജി കോളേജ് പഠനകാലത്ത് ഓപ്പൺ എഐയിലും സ്കെയിൽ എഐയിലുമാണ് ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയത്. ഓപ്പൺ എഐയിലെ തുടക്കകാലത്ത് WebGPT ആയിരുന്നു ബാലാജിയുടെ പ്രവർത്തന മേഖല. തുടർന്ന് GPT-4നായുള്ള പ്രീ ട്രെയിനിങ് ടീമിൽ ബാലാജി ഇടം നേടി. ChatGPTക്കായുള്ള പോസ്റ്റ് ട്രെയിനിങ് പരിശീലനവും ബാലാജി പൂർത്തിയാക്കിയിരുന്നു. ഓപ്പൺ എഐയിൽ 4 വർഷത്തെ ജോലിക്ക് ശേഷമാണ് സുജിർ ബാലാജി രാജിവെക്കുന്നത്. സാങ്കേതികവിദ്യ പൊതുസമൂഹത്തിന് നന്മയേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുകയെന്നത് രാജിക്ക് ശേഷം സുജിർ ബാലാജി ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞിരുന്നു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒക്ടോബർ മാസത്തിൽ എക്സിലൂടെ സുജിർ ബാലാജി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എഐ കമ്പനികൾക്ക് എതിരെ ആളുകൾ പരാതി നൽകുന്നത് എന്തിനെന്നാണ് ആദ്യം തോന്നിയതെന്നാണ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ സുജിർ ബാലാജി വ്യക്തമാക്കിയത്. എന്നാൽ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ സാങ്കേതികവിദ്യ നന്മയേക്കാൾ ദോഷം ചെയ്യുമെന്ന് മനസ്സിലായതായും സുജിർ ബാലാജി എക്സിൽ കുറിച്ചു. ഓപ്പൺ എഐ അതിന്റെ ജനറേറ്റീവ് എഐ പ്രോഗ്രാമായ ChatGPTയെ പരിശീലിപ്പിക്കുന്നതിന് ശരിയായ അനുമതിയില്ലാതെ പകർപ്പവകാശമുള്ള ഡേറ്റകൾ ഉപയോഗിച്ചുവെന്നാണ് ബാലാജി പരസ്യമായി ആരോപിച്ചത്. ChatGPT പോലുള്ള സാങ്കേതിക വിദ്യകൾ ഇന്റർനെറ്റിനെ തകരാറിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. സമ്മതമില്ലാതെ ഡേറ്റ ഉപയോഗിക്കുന്നത് അതിന്റെ യഥാർത്ഥ വ്യക്തികൾക്ക് ഹാനികരമാണെന്നും ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ബാലാജി പറഞ്ഞിരുന്നു. നവംബർ 26-നാണ് സുജിർ ബാലാജിയെ സാൻ ഫ്രാൻസിസ്കോയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുജിർ ബാലാജിയെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സാൻ ഫ്രാൻസിസ്കോ ചീഫ് മെഡിക്കൽ എക്സാമിനർ മാധ്യമങ്ങളോട് പറഞ്ഞു.